ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്നലെ അറസ്റ്റിലായി മറ്റൊരു ശ്വേതാ മേനോന്റെ പരാതിയുമായി അപകീർത്തിപ്പെടുത്തുന്ന ടാങ്കർ എനിക്ക് പെട്ടെന്ന് ട്രെയിലർ ഓടിച്ചെന്ന് എനിക്ക് ടാങ്കർ ഓടിക്കേണ്ട ഒരു ഇതായി. ഈ ടാങ്കറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മറിഞ്ഞു, ഒരു 4-5 കാരണം മറിഞ്ഞ് താഴെ പോയി. പക്ഷെ അവിടെ പോയിട്ട് പോലും എനിക്ക് ഒരു പോറൽ പോലും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ലെന്നും. ഷാജൻ സ്കറിയ സാറിന് ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ നോക്കുന്നത്, കാരണം നമ്മളൊരു നമ്മുടെ ഒരു വഴികാട്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പലപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ മീൻ കച്ചവടം വരെ അതെനിക്ക് പറയുന്നത് പലരും അധിക്ഷേപത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ കച്ചവടക്കാരനാണ്, മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. ശരിയാണെന്നേ കാരണം അന്ന് ശ്രീ ഷാജൻ സ്കറിയ ഒളിവിലാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അന്ന് മറുനാടനിലെ ഓരോ വ്യക്തിയും, അതിന്റെ ഭാഗമായ ഓരോ വ്യക്തിയും ഏത് രീതിയിലൊക്കെ പിന്തുണയ്ക്കാമോ ആ രീതിയിലൊക്കെ പിന്തുണയ്ക്കുകയും. എന്നോട് മെനഞ്ഞാന്ന് പോലും ഒരാൾ ചോദിച്ചു, നിങ്ങൾ ടിപ്പർ ഡ്രൈവർ അല്ലായിരുന്നു, ടിപ്പർ ഓടിച്ചിരുന്നില്ലായിരുന്നു? ഞാൻ ഓടിച്ചിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചും സുമേഷ് ഭായിയെ സംബന്ധിച്ചും മറുനാടൻ കുടുംബം നൽകിയൊരു പിന്തുണ അതെല്ലാ തരത്തിലും. ഒരു വേള അന്ന് സുമേഷ് ഭായി മറുനാടൻ കുടുംബാംഗമല്ല, എന്നിട്ട് പോലും നിയമപരമായിട്ടും വൈകാരികമായിട്ടും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഞങ്ങളുടെ കുടുംബപരമായിട്ടും ഒക്കെ തന്നെ മറുനാടൻ മലയാളി എന്ന കുടുംബം, ഞാൻ അങ്ങനെ പറയും, ഒരു വ്യക്തിയെ പറയുന്നില്ല, കാരണം ഒരു കുടുംബം തന്നെയാണത്. അതിലെ ഓരോ അംഗങ്ങളും നൽകിയ പിന്തുണ. കാരണം അന്ന് ശ്രീ ഷാജൻ സ്കറിയ ഒളിവിലാണ്. അദ്ദേഹത്തിന് നേരിട്ട് ഇടപെടാൻ പറ്റില്ല. അന്ന് മറുനാടനിലെ ഓരോ വ്യക്തിയും, അതിന്റെ ഭാഗമായ ഓരോ വ്യക്തിയും ഏത് രീതിയിലൊക്കെ പിന്തുണയ്ക്കാമോ ആ രീതിയിലൊക്കെ പിന്തുണയ്ക്കുകയും നിയമപരമായിട്ട് കൂടി വളരെ ശക്തമായി തന്നെ വാദിക്കുകയും നമ്മൾക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും ഒക്കെ ചെയ്തതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എനിക്ക് തന്നെയാണ്. കാരണം ഷാജൻ സ്കറിയ സാറിന് ഞാനിപ്പോൾ പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിനെ നോക്കുന്നത്, കാരണം നമ്മളൊരു നമ്മുടെ ഒരു വഴികാട്ടി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പലപ്പോഴും ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹം ഒരു ഗുരുനാഥനാണ് തീർച്ചയായിട്ടും. കാരണം സത്യം ദൈവമാണ്. ആ ദൈവത്തെയും സത്യത്തെയും തുലനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സത്യം ഉറക്കെ വിളിച്ചു പറയുന്നയാൾ ദൈവതുല്യനാണ് എന്ന് കൂടി ഞാൻ ചിന്തിക്കും. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ DNA ന്യൂസിൻ്റെ 1ാം വാർഷികത്തിന് ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പുള്ളിക്ക് പിറ്റേന്ന് രാവിലെ വയനാട് പോകണം, വെളുപ്പിന് 3 മണിക്ക് വയനാട് പോകണം, അത് കഴിഞ്ഞ് UK പോകണം. എന്നിട്ടും ബുദ്ധിമുട്ടാണ് സുമേഷ്, അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് പുള്ളി വിളിച്ച് പറയാണ് വരാമെന്ന്. അപ്പം അന്ന് അദ്ദേഹം ഇവിടെ വന്നു, കുറച്ച് സമയം ഇവിടെ ചിലവഴിച്ചു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഷാജൻ സ്കറിയയെ പോലെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ സ്ഥാപനത്തിൽ വരികയും എൻ്റെ ക്ഷണമനുസരിച്ച് വരികയും ഇവിടെ ചിലവഴിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഈ സത്യം വിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്യുന്ന ആൾക്കാരല്ല. നന്ദകുമാർ സാർ എന്നായിരുന്നാൽ പോലും അദ്ദേഹം അങ്ങനെ ഒരു ഇത് ചെയ്യുന്ന ഒരാളല്ല. വളരെ നിഷ്കളങ്കനായ ഇതിൻ്റെ ഈ ചില കാര്യങ്ങൾ എനിക്ക് വിയോജിപ്പുണ്ട്. അത് തുറന്നു പറയുന്നതിൽ അത് വിയോജിപ്പെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരിക്കലും ദേഷ്യം വരാത്ത, എപ്പോഴും ശാന്ത സ്വഭാവിയായിരിക്കുന്ന, ആരെക്കുറിച്ചും മോശം പറയാത്ത, അദ്ദേഹം ഈ വാർത്തകളിലൂടെ പറയുന്നതൊക്കെ ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഒരാളിനെ പോലും മോശം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മോശം പറയില്ല. എന്തെങ്കിലും ഇപ്പം അദ്ദേഹം എതിർക്കുന്ന രാഷ്ട്രീയ വ്യക്തി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ച് തമാശ രൂപത്തിൽ ഇദ്ദേഹം മോശം പറയുള്ളൂ. അയാൾ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്നേ ചോദിക്കുകയുള്ളൂ. പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ശ്രീ പിണറായി വിജയൻ എന്നാണ് അദ്ദേഹം നമ്മൾ സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും അദ്ദേഹം പറയുന്നത്. അതേപോലെ അദ്ദേഹം ആരെ കുറിച്ച് പറഞ്ഞാലും അത്രയ്ക്ക് വളരെ സൈലന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ശാന്ത സ്വഭാവിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രൈം നന്ദകുമാർ സാറ്. അതൊരു വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ വല്ലാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇന്നലെ അറസ്റ്റിലായി മറ്റൊരു ശ്വേതാ മേനോന്റെ പരാതിയുമായി അപകീർത്തിപ്പെടുത്തുന്ന അങ്ങനെ എന്തോ ഒരു വാർത്തയുമായി. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ചൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയാം. ഇന്നിപ്പോൾ കോടതി അവധിയാണ്. അപ്പോൾ അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കുന്നു. പിന്നെ സുമേഷ് ഭായ്, എങ്ങനെ DNA പുതിയ സംഭവങ്ങളെ കുറിച്ചൊക്കെ കേട്ടു? എങ്ങനെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചില പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച്? അല്ല, പുതിയ പ്രോജക്റ്റ് DNA ക്രൗഡ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് DNA റെയിൻബോ നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്ത ഒന്നാണല്ലേ റെയിൻബോ? നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു, അതിപ്പോ ഉടനെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, അതിലും വലിയൊരു കാര്യം ഉണ്ട്. പക്ഷെ അത് എന്തായാലും ഞാൻ ഇപ്പോ സ്വകാര്യമായി പറയാം. അത് എന്തായാലും ഇപ്പോ അത് നമുക്കെന്താണ് അത് എല്ലാം അപ്പം പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ. പിന്നെ എന്താണ്, നമുക്ക് ഈ DNA തുടങ്ങുന്നതിനെ കുറിച്ച്, ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വളരെ
ഒരുപാട് പേര് എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ സഹായിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും ചില ആൾക്കാരുടെ പേര് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ പോലും അവരെയൊക്കെ ഇപ്പോഴും ഹൈഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു. അവരുടെയൊക്കെ പിന്തുണയും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഒക്കെയുള്ള പിന്തുണയും മറ്റും ഒക്കെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി. തീർച്ചയായിട്ടും. പിന്നെ ഇത് തുടങ്ങിയ സമയത്തായിരുന്നാലും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ജെയിൻ ഷിവൻസ് ജെയിൻ ചേട്ടൻ. പുള്ളി ആണ് ഇതിൻ്റെ നമ്മുടെ ക്യാമറയൊക്കെ ചെയ്തിരുന്നത്. കാരണം പുള്ളിയുടെ അസാധ്യമായിട്ടുള്ള വർക്കാണ്. അസാധ്യം എന്ന് വെച്ചാൽ അതിലെന്താ അറിയാമോ, നമ്മൾ ഒരു ക്യാമറ കയ്യിൽ കിട്ടിയാൽ മതി. ഈ ക്യാമറ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ കണ്ണിൽപ്പെടാത്ത കാര്യങ്ങൾ പോലും പുള്ളിക്കാരൻ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കണ്ണിൽ അത് കണ്ണിൽ പെടും കേട്ടോ. അതൊരു വല്ലാത്തൊരു കഴിവാണ്. അത് ഇൻ്റർവ്യൂസ് ആയിരുന്നാലും നമ്മൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂസ് ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും പുള്ളി അത് നമ്മൾ അന്തം വിട്ടു പോകും. കാരണം ഇങ്ങനെ ഇത്രയ്ക്ക് വലിയൊരു കഴിവുള്ളവരാണ് ആ ഒരു രീതിയിൽ. കാരണം ഈ DNA ന്യൂസ് ഇന്ന് ഇവിടെ എത്തുന്നതിന് കാരണക്കാരിൽ ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നടുവേദന, അങ്ങനെ സുഖമില്ല, കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്. പിന്നെയുള്ള സാബു എഡിറ്ററാണ്. സാബു എഡിറ്റർ, ക്യാമറ എല്ലാം തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ സാബു ഉണ്ട്, ഇന്നുമുണ്ട്. സാബുവിന് പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല. സാബു രാത്രി എന്നില്ല പകലെന്നില്ലാതെയാണ് ഇവിടുത്തെ പോകും. ചിലപ്പം 10:30 മണിക്ക് വരെ ഞായറാഴ്ചകളിലും വന്ന് ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു. പിന്നെ നന്ദകുമാർ, ബി നന്ദകുമാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. പിന്നെ മേഘ നാട്ടിൽ പോയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരുപാട് പേര് ഭാരത് ലൈവിൽ പ്രവർത്തിച്ചിരുന്ന പലരും നമ്മളോടൊപ്പം മുമ്പ് പ്രവർത്തിച്ച പലരും ഇവിടെ ഉണ്ടായിരുന്നു. വിശാഖ് ഉണ്ടായിരുന്നു. വിശാഖിന് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വിശാഖ് പോയി. പിന്നെയുള്ളത് നമ്മുടെ അമ്മച്ചി, ഷീല അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി കൊണ്ട് ഇവിടെ ഇപ്പോഴും ഉണ്ട്. അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒരു കൂട്ടായ്മയുടെ ഒരു ബാക്കി പത്രമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഒരു സൗഹൃദ വലയത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു അറ്റമാണ് ഞങ്ങൾ രണ്ടുപേരും. ഈ അറ്റങ്ങൾ പലതും പലയിടത്തായിട്ടുണ്ട്, പല മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ മറുനാടനിൽ കഴിഞ്ഞ 1.5 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തിപരമായും ആരോഗ്യപരമായുള്ള ചില കാരണങ്ങളാൽ ഞാൻ ഇറങ്ങി. ഭാവി പരിപാടികളെക്കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. നാട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും നാട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. DNA ന്യൂസിൽ വന്നൊരു 4-5 ദിവസമെങ്കിലും നിങ്ങൾ ന്യൂസ് ചെയ്യാതെ നിങ്ങൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ തീർച്ചയായിട്ടും ചെയ്തു തരാം. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഒരു 20-ാം തീയതി കഴിയും നാട്ടിലേക്ക് പോകാനായിട്ട്. അതിന് മുൻപായിട്ട് വന്ന തീർച്ചയായിട്ടും DNA ന്യൂസിന് വേണ്ടി 3, 4, 5 വാർത്തകൾ 5 ദിവസം വാർത്തകൾ ചെയ്തിട്ടേ പോകും. കാരണം നിങ്ങൾ ഇവിടെ ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തായ്ലാൻഡിലോട്ടൊന്ന് പോകണം. തായ്ലാൻഡ് ട്രിപ്പ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പോൾ എനിക്ക് തായ്ലാൻഡിലൊന്നും പോകണം. അപ്പം നിങ്ങൾ പിന്നെ ഇവിടെ വന്ന് ചാർജ് എടുത്താലേ എനിക്ക് പോകാൻ പറ്റും. ഞാൻ എൻ്റെ ക്ഷേത്രത്തിലേക്ക് ഒരു പുതിയ മേൽശാന്തിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇപ്പം നടക്കുന്നത്. 1-2 പേരൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ മിക്കവാറും സ്ഥിരമായിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഏതായാലും പോവുകയുള്ളൂ. പോകുന്നതിന് മുമ്പായിട്ട് സുമേഷ് ഭായ് പറയുന്നത് പോലെ തന്നെ തീർച്ചയായിട്ടും മാക്സിമം ദിവസം ഇവിടെ വന്ന് സുമേഷ് ഭായിക്ക് DNA ന്യൂസിന് വേണ്ടി വാർത്തകൾ ചെയ്ത് കൊടുക്കാം. പ്രേക്ഷകരോടും കൂടെ സാക്ഷി നിർത്തിയാണ് പറയുന്നത്. പിന്നെ വേറെ എങ്കിലും നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വന്നിട്ട് 21 വർഷമായി. 20 വർഷം കഴിഞ്ഞു. മൊത്തം 23 വർഷം കഴിഞ്ഞു. ഈ 23 വർഷം ഇതിൽ മറക്കാനാവാത്ത സംഭവങ്ങളും മറക്കാനാവാത്ത വ്യക്തികളും ഈ മേഖലയുമായി ബന്ധം. ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ എനിക്ക് മറക്കാനാവാത്തവരാണ്. ഞാൻ അങ്ങനെ വെയ്ക്കായിട്ട് പറയില്ല. കാരണം ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട രീതിയാണ്. ഇന്നത്തെ പിള്ളേരൊന്നും അത് ചെയ്യാറില്ല, അവർക്കറിയില്ല ആരെയും. ഞാൻ 20 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഞാൻ സൂര്യ TV-യിൽ, അല്ലെങ്കിൽ ഞാൻ ലോക്കൽ കേബിൾ നെറ്റ്വർക്കിൽ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് PC ജോർജ്, ഉദാഹരണമാണ്, PC ജോർജ് എന്ന വ്യക്തിയെ അറിയാം. അന്ന് അദ്ദേഹവും വളരെ ചെറുപ്പമാണ്. ഇന്നും എനിക്ക് PC ജോർജിനെ അറിയാം, അതുപോലെ ഇതുപോലെ അറിയാം. അങ്ങനെ നിരവധി രാഷ്ട്രീയ, ചലച്ചിത്ര, സാംസ്കാരിക മേഖലയിൽപ്പെട്ടവരെ ഒക്കെ തന്നെ അറിയാം. എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ്. പിന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പല സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ മറുനാടൻ മലയാളിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാപനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരവും അല്ലാത്തതും പ്രൊഫഷണലുമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെയും നമ്മൾ ഓർത്തു വയ്ക്കുന്നു. നമ്മളോട് ഇതിന് പ്രശ്നം ഉണ്ടാക്കിയവരെയും നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരെയും ഒക്കെ നമ്മൾ ഓർത്തു വയ്ക്കുന്നു. അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് സുമേഷ് ഭായ്. എല്ലാം മറക്കാനാവാത്തത് തന്നെ. ഞാനത് പറയാൻ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. കാരണം പറയുമ്പോൾ ഏതൊക്കെയാണ് പ്രാധാന്യം കൊടുത്ത് പറയേണ്ടത് എന്ന് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. മറക്കാനാവാത്ത അനുഭവങ്ങളാണ് കൂടുതൽ. 23 വർഷത്തെ മുകളിലുള്ള മാധ്യമ പ്രവർത്തന ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. ഞാൻ മാധ്യമ പ്രവർത്തനം നിർത്തുക എന്നല്ല, തുടരുകയാണ്. നമ്മുടെ ആ ഒരു പ്ലാറ്റ്ഫോം, ആ ഒരു പ്രദേശം ഒന്ന് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സുമേഷ് ഭായ് വളരെ കുറച്ച് നാളെ ആയുള്ളൂ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നിട്ട്. കാരണം അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായിട്ട് വിദേശത്തായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അല്ല, സുമേഷ് ഭായിയുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ്. സാധാരണഗതിയിലുള്ള ഒരു സ്ട്രീം ലൈൻഡ് ഒരു ഒരേ പാതയിൽ പോകുന്നതല്ല. അദ്ദേഹത്തിന് പുതിയ അനുഭവങ്ങളും പുതിയ ചിന്തകളും പുതിയ പദ്ധതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും വിജയം പ്രാപിക്കും, യാതൊരു സംശയവുമില്ല. നിങ്ങൾ നടക്കുന്ന വ്യത്യസ്തമായൊരു പാതയിലൂടെയാണ്. അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ നടക്കുന്നതല്ല, നമ്മൾ ചെയ്യുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്ത വേണം. നമ്മളെന്തെങ്കിലും കാരണം നമ്മൾ ചവിട്ടി താഴ്ത്താൻ നോക്കിയ നമ്മളെപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ എന്നെ മുമ്പോട്ട് നടത്തുന്ന കാര്യം നമ്മൾ ചവിട്ടി താഴ്ത്താൻ നോക്കിയ ആൾക്കാരെയാണ് നമ്മൾ. വളരും പ്രതിസന്ധികളും ഉണ്ടാക്കിയവരെയാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ. വളരെ ഞാൻ എന്നെ മുന്നോട്ട് നടത്തുന്നതും അതാണ്. കാരണം വളരെ മ്ലേച്ഛമായി നമ്മളെ അധിക്ഷേപിച്ചവരുണ്ട്, നമ്മളെ കുറിച്ച് കുപ്രചരണങ്ങൾ നടത്തിയവരുണ്ട്. അപ്പം അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നില്ല. കാരണം ഓരോരുത്തർക്കും ജനിതകമായിട്ടുള്ളത്, പിന്നെ അതുപോലെ എന്താണ് നമ്മുടെ അതിനേക്കാളും ഉപരിയൊക്കെ നമുക്ക് ജനുസ് പ്രധാനമാണ്. അത് തന്നെ അവരുടെ ഒരു ചില ആൾക്കാരുടെ രീതികൾ, സ്വഭാവങ്ങൾ, അവർക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള അവർ കാലങ്ങളായിട്ട് പിന്തുടരുന്ന ചില രീതികൾ, അതൊന്നും മാറ്റാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ അവരെ നന്നാക്കാനൊന്നും പറ്റില്ല. അതും അതിന് നമ്മൾ മുതിരില്ല. പക്ഷേ ചില ആളുകളുണ്ട് ഇത്തരത്തിൽ. അത് മാധ്യമ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും ഉണ്ട് ഈ ഇത്തരം മറ്റേ നമ്മുടെ രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ പുഴുക്കുത്തുകൾ എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ, അവരെയൊന്നും നമ്മുടെ മേഖലയിലേക്കോ മനസ്സിലേക്കോ കൊണ്ടുവരാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യുക, നമ്മുടെ കർമ്മപഥത്തിലൂടെ മുമ്പോട്ട് പോവുക, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനമാണെങ്കിൽ അതെങ്ങനെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുക എന്ന രീതിയിൽ മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരം ആൾക്കാർ, അല്ലെങ്കിൽ അത്തരം സംഘടനകളായാലും വ്യക്തികളായാലും അവരങ്ങ് മാറും. അത് നമ്മൾ എന്താണെന്നറിയോ, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരിക്കലും ഞാൻ നടന്നു പോകണം എന്നാഗ്രഹിച്ച വഴിയിലല്ല, ഞാൻ ആഗ്രഹിച്ച വഴിയിലല്ല ഞാൻ പോയിട്ടുള്ളത്. എന്നെ ഏതോ ഒരു ശക്തി പല വഴികളിൽ കൂടി നയിക്കുകയായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തില്ല, പക്ഷേ ആ പോകുന്ന സ്ഥലങ്ങളെല്ലാം എനിക്ക് ഗുണകരമായിട്ടേ വന്നിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഞാൻ ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ വായി തോന്നുന്നത് പറയും എന്നുള്ളതിൽ കവിഞ്ഞ് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു 100% പെർഫെക്റ്റ് ആയിരിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊരു 95% പെർഫെക്റ്റ് ആണ് കേട്ടോ. 5% ഞാൻ അതിൽ 75% നമുക്ക് പെർഫെക്റ്റ് ആയിരിക്കും. അത് പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ളൊരു മനുഷ്യൻ്റെ നമ്മൾ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാ കണ്ണീര് വീഴരുത്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതം പോലെയാണ് ആ ജീവിതം എന്ന് തീർച്ചയായിട്ടും. നമ്മൾ കാരണം മറ്റുള്ളവർ ദുഃഖിക്കാനും വിഷമിക്കാനും ഇടവരരുത്. അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്നിരിക്കും, പക്ഷേ അവരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാൻ പോകരുത് എന്നുള്ള ഒരു ഇതാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സഹായിച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഈ ഗൾഫിലായിരുന്നു. ഈ ഗൾഫിൽ പോയ സമയത്തും ഞാനവിടെ ട്രെയിലറാണ് ഓടിച്ചിരുന്നത്, ട്രെയിലർ ഡ്രൈവറായിരുന്നു. ഈ ട്രെയിലർ ഞാനവിടെ ഓടിച്ചിരുന്നിട്ട് ഞാനിവിടുത്തെ പോയി 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ ഒരു ടാങ്കർ എനിക്ക് പെട്ടെന്ന് ട്രെയിലർ ഓടിച്ചിരുന്നത് എനിക്ക് ടാങ്കർ ഓടിക്കേണ്ട ഒരു ഇതായി. ഈ ടാങ്കറിൻ്റെ കയ്യിൽ നിന്ന് ഒരു മറിഞ്ഞു, ഒരു 4-5 കാരണം മറിഞ്ഞ് താഴെ പോയി. പക്ഷെ അവിടെ പോയിട്ട് പോലും എനിക്ക് ഒരു പോറൽ പോലും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ വന്ന് ഇവിടെ പല ബിസിനസ്സുകൾ നടത്തി. വ്യക്തി ജീവിതത്തിൽ കുറച്ച് വിഷയങ്ങളുണ്ടായി. അതിൽ പോലും എനിക്ക് കോടതി വ്യവഹാരത്തിലൊക്കെ വർഷങ്ങളോളം ഫൈറ്റ് ചെയ്തിട്ട് പോലും ഞാനൊന്നും ചെയ്തില്ല. അതിന് ഒരു മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ആ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ അപ്പോഴും പറയുന്നത് നമ്മൾ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കേസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയോട് ശത്രുത ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം ചെളിവാരി അറിയും. അത് ഞാനും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കുന്നു സൈലൻ്റ് ആയിരുന്നാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ആ മറുഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. പക്ഷേ ആ വഷളാക്കിയത് പോലും എനിക്ക് ഗുണകരമായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കോടതിയിൽ ആ വ്യവഹാരത്തിലും വിജയം എനിക്കായിരുന്നു. കാരണം നമ്മളൊന്നും ചെയ്യാൻ പോയിട്ടില്ല. അപ്പം ദൈവത്തിനറിയാം, ദൈവം എന്നൊരു പ്രപഞ്ചശക്തിയുണ്ട്. അതിന് ആ പ്രപഞ്ചശക്തി മുന്നോട്ട് തന്നെയാണ് നടത്തിയത്. അതിന് ശേഷമാണ് കോവിഡ് വന്നതിന് ശേഷവും എനിക്ക് പിന്നീട് എന്ത് ചെയ്യണം, അവിടെ അന്നും ഞാൻ പതറിയില്ല. കാരണം ഇന്നും അന്നും എന്നും ഏതൊരു മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നതിന് എനിക്ക് മടിയില്ല. അതാണ് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകളും ഓരോ നടപടികളും തീർച്ചയായിട്ടും വിജയപ്രദമാകുന്നത്. അദ്ദേഹം അങ്ങനെയാണ്. എന്ത് വന്നാലും അതിനെ കൈകാര്യം ചെയ്ത് അതിനെ
സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കി, അല്ലെങ്കിൽ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, അതിനെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന വളരെ വ്യത്യസ്തമായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് സുമേഷ് മാർക്കോ പോളോ എന്നും നടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അല്ല, അത് ആ ഒരു റിസ്ക് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാനും അത്തരത്തിൽ ഒരു പരീക്ഷണം നടത്താനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, എന്താണെന്നറിയാം, അത് നമ്മൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അതായത് പലരും പറയുന്നത് വളരെ അവഹേളിച്ചുകൊണ്ട് ഒക്കെയാണ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് മെനഞ്ഞാന്ന് പോലും ഒരാൾ ചോദിച്ചു, നിങ്ങൾ ടിപ്പർ ഡ്രൈവർ അല്ലായിരുന്നു, ടിപ്പർ ഓടിച്ചിരുന്നില്ലായിരുന്നു? ഞാൻ പറഞ്ഞു ഓടിച്ചിരുന്നു. എന്താ പ്രശ്നം? അപ്പൊ അങ്ങോട്ട് തിരിച്ചു ചോദിക്കണം, താങ്കൾക്ക് അറിയുമോ ടിപ്പർ ഓടിക്കാൻ? അല്ല, പുള്ളി അങ്ങനെ ഒരു മോശപ്പെട്ടവരിലല്ല ചോദിച്ചത്. അല്ല, ഞാൻ പറയായിരുന്നു അങ്ങനെ ചോദിച്ചാൽ മതി. അതായത് പൊതുവേ ചിലർക്കൊരു ധാരണയുണ്ട്, ഇപ്പം നമ്മൾ ജേർണലിസം മാധ്യമപ്രവർത്തനം ചെയ്യണമെങ്കിൽ ജേർണലിസം പഠിക്കണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പല സ്റ്റാഫുകൾ വരുമ്പോഴും ജേർണലിസം കഴിഞ്ഞവർ വരുമ്പോൾ പോലും പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൊളിറ്റിക്സ് എന്താണെന്ന് പോലും അറിയില്ല, എന്താണെന്ന് പോലും ഒരു ധാരണ. ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്, അതായത് ബേസിക് പോലും അറിയാതെ ഇവരെങ്ങനെ ഈ മാധ്യമപ്രവർത്തനം ചെയ്യുന്നു. പിന്നെ ചിലരോട് പറഞ്ഞിട്ടുള്ള, നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാഫിനെ വിളിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും പറഞ്ഞിട്ടുള്ളത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് രാഷ്ട്രീയ വീക്ഷണം, ഇതൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ അയ്യോ ഇതൊന്നും അറിയില്ല, ഞങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ പ്രോംപ്റ്ററിൽ വായിക്കാം, അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ മീൻ കച്ചവടം വരെ അതെനിക്ക് പറയുന്നത് പലരും അധിക്ഷേപത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം മീൻ കച്ചവടക്കാരനാണ്, മീൻ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. ശരിയാണെന്നേ, ഞാൻ ഈ മീൻ കച്ചവടം മീൻ അതിപ്പോഴും തയ്യാറാണ്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ എൻ്റെ കുടുംബം പുലർത്താൻ എനിക്ക് അന്തസ്സായിട്ട് ചെയ്യാൻ പറ്റുന്നത് മീൻ വിൽപ്പനയല്ല. ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ തിരുമേനി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണ്, കമുകിൽ കയറ്റം മുതൽ അത് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അത് നമ്മൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേറെ മാർഗമില്ല. ആ മാർഗം ഇല്ലാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കുറച്ച് കാശിൻ്റെ ആവശ്യപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ പുള്ളിക്കാരൻ കുറേ കമുകുണ്ട്, പൊക്കം കുറഞ്ഞു കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം. പുള്ളി പറഞ്ഞാൽ വേണ്ട അത് സുമേഷ് ചെയ്ത് ശരി പറ്റില്ല, അത് വേറെ ആളുകൾ. ഞാൻ നിർബന്ധിച്ച് ചെയ്തിട്ട് ഞാൻ നെഞ്ചൊക്കെ ഉറച്ചിട്ടാണ് കയറുന്നത്. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും ഞാനിപ്പോഴും എല്ലാവരോടും പറയുന്നത്, എനിക്ക് യാതൊരു മടിയുമില്ല. ഇന്നും ഈ പറഞ്ഞ ഇതെല്ലാം കൂടെ അഴിച്ചു വെച്ചിട്ട് അടുത്ത് വേറൊരു പണിക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു പാഷനാണ്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം ഒരു വേദി കിട്ടിയത് കൊണ്ടും ഞാൻ അവൻ ലോറിക്കാരനാണ്, അവൻ മീൻ കച്ചവടക്കാരനാണ് എന്ന് പലരും നമ്മളെ അധിക്ഷേപിച്ചു പറഞ്ഞ അതിൻ്റെ ഒരു കാര്യമില്ല. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. നമ്മളിത് പണ്ടേ പറയുന്നതാണ്. ഒരാൾ തൊഴിലെടുത്താണ് ജീവിക്കുന്നത്. അയാൾ ചുമ്മാ ഇരുന്ന് തിന്നുകയല്ല, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്ന് പണം സമ്പാദിക്കുകയല്ല, കള്ളക്കടത്ത് നടത്തുകയല്ല, നേരത്തെ പറഞ്ഞ പോലെ സ്വർണം പൊട്ടിക്കുകയല്ല, ഒന്നും ചെയ്യുകയല്ല, രാജ്യദ്രോഹ ദേശദ്രോഹ പ്രവർത്തനം ചെയ്യുകയല്ല. ഒരാൾ ജോലിയെടുത്താണ് ജീവിക്കുന്നത്. വിയർപ്പിൻ്റെ വില കൊണ്ട് അപ്പം ഭക്ഷിക്കണം എന്നാണ് ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ തയ്യാറാണ്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ ധാർമ്മികതയാണ്. ഒരു സമൂഹത്തിൽ എന്താണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന ഒരു ചിന്ത തന്നെ അദ്ദേഹത്തെ മുമ്പോട്ട് നയിക്കുകയാണ്. പ്രധാനമായിട്ട് ഞാനിതിപ്പോൾ പറയുന്നത്, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാൻ കുഴപ്പമില്ല, എന്നെ എപ്പോഴും ഒരു കാലഘട്ടത്തിൽ എന്നെ അടക്കി ഭരിച്ചിരുന്നത് പ്രതികാര ചിന്തയായിരുന്നു. അതായത് എനിക്ക് ഒരാൾ ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ചെയ്യാതെ എനിക്ക് ഉറക്കം പറ്റില്ല. അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറ്റി ചിന്തിച്ച് വർഷങ്ങളായിട്ട് മാറ്റി ചിന്തിക്കുകയാണ്. കാരണം നമ്മൾ ഒരാളിനോട് പ്രതികാര ചിന്ത നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമുക്കുണ്ടാകുന്ന പോസിറ്റീവ് എനർജി ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. ദൈവത്തിനങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവനുള്ള ഫലം ദൈവം കൊടുത്തുകൊള്ളും. അത് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. പ്രകൃതിയുടെ നിയമമാണല്ലോ. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒരു വർഷം 1.5 നിങ്ങളുടെ അവിടെ ഒരു 6 മാസം മുമ്പ് വന്നല്ലേ? വല്ലപ്പോഴും 6 മാസം മുമ്പ് എന്തോ ഞാൻ ഞാൻ അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെ ഒന്നും പോകുന്ന ഒരാളല്ല. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വഴിയും ഓരോ സമയത്ത് ഓരോ വ്യക്തികൾ തുറന്നു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നേട്ടങ്ങൾ ഒരുപാടുണ്ടായി. ആ നേട്ടങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഈ പറഞ്ഞ കണക്ക് രാത്രി ഉറങ്ങുമ്പോൾ 2 മണിയാവും, വാർത്തകൾ നോക്കിയും അത് ചെയ്ത് ഇത് 2 മണിയാവും. ചിലപ്പോൾ ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ചില ഇതുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഉറങ്ങും, പിന്നെ രാവിലെ എണീക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ പൊക്കിക്കൊണ്ടിരുന്നത്. എങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് ഞാൻ 1995 ക്രൈമിൽ കൂടെയാണ്, ക്രൈം മാഗസിനിൽ കൂടിയാണ്. അതിനുശേഷം പിന്നെ ഗൾഫിൽ പോയി, പിന്നീട് വന്നിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത് ഭാരത് ലൈവിലൂടെയാണ്. എൻ്റെ പഴയ സുഹൃത്തായ ശ്രീല പിള്ള, അവരാണ് എന്നെ ഇതിലോട്ട് വിളിച്ചത്. അതിന് അവർക്ക് എപ്പോഴും ഞാൻ
ഒരു നന്ദിയോടുകൂടി ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടെങ്കിൽ പോലും എപ്പോഴും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നൊരു വ്യക്തിയാണ് അവർ. കാരണം അവരില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഇന്ന് ഈ സ്ഥാപനം ഉണ്ടായില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ എന്താണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു. ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ടേണിംഗ് പോയിന്റ്. അതോടൊപ്പം തന്നെ അതിൻ്റെ MD ആയിട്ടുള്ള മരിച്ചുപോയ ജസ്റ്റിൻ സാറ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ വന്നു. ആ തെറ്റിദ്ധാരണകൾ പിന്നെ പ്രതികാര ചിന്തയിലേക്ക് വളർന്നു. അത് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സബ്ജക്റ്റ്, അതായത് നമ്മൾ ഈ അർബുദം വരുമ്പോൾ നമുക്ക് മുറിച്ചു മാറ്റണം എന്ന് പറയുന്നത് പോലെ ചില ബന്ധങ്ങളെ മാറ്റി. അത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ മാറി വരാം. അത് അനുഭവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുമൊക്കെ അങ്ങനെ കടന്നു വരാം. അത്തരം അനുഭവങ്ങളായിരിക്കാം ഒരു വേള നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ വലിയ ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അപ്പോൾ തിരുമേനി തിരുവനന്തപുരം വിടുകയാണ്, കോട്ടയത്തേക്ക്, ജന്മനാടായ കോട്ടയത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഈ മാധ്യമപ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ, കാരണം നിങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ദൈവത്തിനെ വിട്ടു നിൽക്കുക എന്നുള്ളത്. അവിടെ സ്ഥിരമായിട്ട് ഒരു ക്ഷേത്രം ഏറ്റില്ലെങ്കിലും അവിടെ നമ്മുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ക്ഷേത്രത്തിലെ പൂജാരിമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് പകരമായിട്ട് അവർക്ക് എന്തെങ്കിലും അസൗകര്യം വരുമ്പോഴോ പകരമായിട്ടോ അങ്ങനെ വല്ലതും പോകണം എന്നിപ്പോൾ ആലോചിക്കുന്നു. അവിടെ ചെന്ന ശേഷം ഒന്ന് സെറ്റിൽഡ് ആയിട്ട് ഒരു 5-6 ദിവസം ഒന്ന് സെറ്റിൽഡായി കുറച്ച് വിശ്രമിച്ച് വീട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് എന്നിട്ട് തീരുമാനിക്കാം ഭാവി പദ്ധതിയെക്കുറിച്ച്. ചില ഈ തൊഴിൽപരമായിട്ടുള്ള ആൾക്കാർ പലരും നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, സ്നേഹത്തോടെ കാര്യങ്ങൾ പറയുന്നുണ്ട്, സ്നേഹത്തോടെ നമ്മളോട് ഈ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില നമ്മുടെ സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ ചെന്നിട്ട് ആലോചിക്കാം എന്നതിൻ്റെയാണ് ഇപ്പോൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും തിരുവനന്തപുരമായിട്ടും സുമേഷ് മാർക്കോ പോളോയായിട്ടുമുള്ള ബന്ധങ്ങളൊന്നും നമ്മൾ വിടുന്നില്ല. നമ്മൾ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് വരും, വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തും. എനിക്ക് എൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി വരും. അതുപോലെ ഭാര്യാഗ്രഹം ഇവിടെ അരുവിക്കരയാണ്, അങ്ങോട്ട് ഇടയ്ക്ക് പോകേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം തിരുവനന്തപുരം എന്ന മഹാനഗരവുമായിട്ടുള്ള ബന്ധമൊന്നും വിടുന്നില്ല. തൽക്കാലത്തേക്ക് ഒരു ചെറിയ പറിച്ചുനടൽ, ആ പറിച്ചുനടലിൻ്റെ ചില ചില്ലകളും ശാഖകളും ഒക്കെ ഇങ്ങോട്ടിടയ്ക്ക് കടന്നു വരും, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊരു സൗഹൃദ സംഭാഷണം തന്നെയായിരുന്നു. നമ്മൾ ഈ ഒരുപാട് കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഇദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയല്ല. ഒരുപാട് നമ്മൾ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ആ ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മൾ ജീവിതത്തെ നോക്കിക്കാണണം, നമ്മളെ പ്രവർത്തന മേഖലയെ എങ്ങനെ നോക്കിക്കാണണം, ഒരാളെക്കുറിച്ച് ഇന്നതുവരെ ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടു, അയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ അയാൾ മോശമാണ്, അയാൾ അങ്ങനെ പറഞ്ഞ് കേൾക്കാത്തൊരു വ്യക്തിയാണ്. ഇതൊരു വലിയ പാഠമാണ്. ഈ പാഠമാണ് ഞാനും ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കും. കാരണം നമ്മൾ പറയും, കാരണം നമുക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് പിന്നെ ആ വ്യക്തിയുടെ പ്രവർത്തനം ഒരു മോശമാണെങ്കിൽ പോലും പറയണമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു വലിയ ചൊല്ലുണ്ട്, ദ ചീപ്പസ്റ്റ് സ്റ്റുപ്പിഡിയസ്റ്റ് തിങ് ഇൻ ദ വേൾഡ് ഫൈൻഡിങ് ഫോൾട്ട് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞ വിഖ്യാതമായ ഒരു കോട്ടുണ്ട്. ദ ചീപ്പസ്റ്റ്, ഏറ്റവും വില കുറഞ്ഞ, സ്റ്റുപ്പിഡിയസ്റ്റ്, ഏറ്റവും നിലവാരം കുറഞ്ഞ ചിന്തയാണെന്താണ് ഫൈൻഡിങ് ഫോൾട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ വിധം നിലവാരം കുറഞ്ഞൊരു പരിപാടിയാണ്, വില കുറഞ്ഞൊരു പരിപാടിയാണ്. അത് പ്രാവർത്തികമാക്കിയാൽ തന്നെ ഒരു മനുഷ്യൻ എന്താണ് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു 90% വ്യക്തിത്വമുള്ളവനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഞാനത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏത് സമയത്തും ഇനി നമ്മളിപ്പോൾ DNA ന്യൂസ് കോട്ടയത്തൊരു ബ്യൂറോ തുടങ്ങണമെങ്കിൽ പോലും എന്നെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, ഇനി 4-5 ദിവസം DNA ന്യൂസിൽ വന്ന് ന്യൂസ് ചെയ്യാതെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി വിട്ടു പോയാൽ ഈശ്വര എന്തായാലും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ അദ്ദേഹം പറയുന്നത് അതൊരു പ്രൊഫഷണൽ ആയുള്ള പറച്ചിലല്ല, അതൊരു സ്നേഹം കൊണ്ടും സൗഹൃദം കൊണ്ടും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കൊണ്ടുമുള്ള ആ ഒരു പറച്ചിലാണ് ഇപ്പോൾ പറഞ്ഞത്. വന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ വ്യതിയാനങ്ങളില്ല, ഒന്നുമില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. അതെ, നമസ്കാരം.